ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ ദയനീയാവസ്ഥ നന്ദു അനിയോട് പറയുവാണ്. ആ ഒരു സമയത്ത് എനിക്കെങ്ങാനും SI ആകാൻ പറ്റിയില്ലെങ്കിലെന്നും പറഞ്ഞ് അനിയോട് ഭയങ്കരമായിട്ട് ചൂടായി നമ്മുടെ നന്ദു. എന്നിട്ട് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പം നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, അയാൾ എന്തോ മുൻവൈരാഗ്യം പോലെയാണ് നമ്മുടെ നന്ദുവിനോട് പെരുമാറുന്നതെന്ന്. അങ്ങനെയെങ്കിൽ അയാളെ തളയ്ക്കണമല്ലോ എന്ന് അനി. ഇനി തളയ്ക്കാനായിട്ട് അങ്ങോട്ടൊന്നും പോവണ്ട. ഇപ്പം തന്നെ നിന്റെ പ്രകടനം ആ ട്രെയിനർക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും കാണത്തില്ല എന്ന് പറയാ കൂട്ടുകാർ. എടാ, ഒരു SI ആവുക എന്നുള്ളത് നന്ദുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. എടാ, അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്നാൽ ആ സ്വപ്നമാണ് നീ കാരണം ഇല്ലാണ്ടാകാൻ പോകുന്നതെന്ന് കൂട്ടുകാർ പറയുമ്പോൾ എന്ത് വില കൊടുത്തും നന്ദുവിൻ്റെ ആഗ്രഹം ഞാൻ നടത്തിയെടുത്തിരിക്കുമെന്ന് നമ്മുടെ അനി അന്നേരം പറയുവാണ്. എടാ, സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്താടാ കാര്യം എന്ന് ചോദിച്ചു. നീ എന്താ ചെയ്യാൻ പോണേന്ന് ചോദിച്ചു. അപ്പം അത് നിങ്ങൾ അറിയണ്ട. എടാ, എൻ്റെ മുത്തശ്ശൻ ആളത്ര നിസ്സാരക്കാരനൊന്നും അല്ല എന്നും മുത്തശ്ശൻ ഇപ്പോഴാണെന്ന് ഒതുങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ട്രെയിനറെ അനാവശ്യമായിട്ട് നന്ദുവിനെ ദ്രോഹിച്ചു എന്ന് അറിഞ്ഞാലേ നേരെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ചെന്ന് മുത്തശ്ശൻ അയാൾക്ക് അടിപറ്റിച്ചേനെന്ന് അനി പറയുക. അവൻ്റെ ഒടുക്കത്തെ ഒരു ജാടയും പത്രാസും കാണിച്ചു കൊടുക്കാൻ ഞാനെന്ന് പറഞ്ഞാൽ അനി അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപുരിയിൽ അജയൻ, ജയൻ, മുത്തശ്ശൻ, ആദർശ് ഇവരെല്ലാവരും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുക. അബിയെ ഒരു ബ്രാഞ്ച് പോലും ഏൽപ്പിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നിന്ന് പോലും അവനെ പിരിച്ചുവിടേണ്ടതാണ്. പിന്നെ നമ്മൾ നവ്യമോളെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ എന്ന് മുത്തശ്ശൻ പറയുമ്പം അതുകൊണ്ട് ഒരു ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കാൻ പോവുകയാണ് അച്ഛാന്ന് ചോദിച്ചു ജയൻ. അതൊക്കെ ആദർശാണ് തീരുമാനിക്കേണ്ടതെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. അവൻ ഏതെങ്കിലും ഒരു ചെറിയ ബ്രാഞ്ച് കൊടുക്കണം, എന്നിട്ട് അവനെ നോക്കാനും അതിൻ്റെ മുകളിൽ ആ ബ്രാഞ്ച് നോക്കാനും പ്രാപ്തിയുള്ള ഒരാളെ കൂടി വെച്ച് കൊടുക്കണമെന്ന കാര്യം മുത്തശ്ശൻ പറയും. അങ്ങനെ ഒരാൾ നീ തന്നെ കണ്ടുപിടിച്ചാൽ മതിയെന്നും പറഞ്ഞു. അവനെപ്പോലെ ഒരുത്തനെ സ്വർണ്ണക്കടയുടെ കൺട്രോൾ കൊടുക്കുന്നത് വലിയ അപകടമാണ് മുത്തശ്ശ എന്ന് പറയുമ്പോൾ അവർ കൺട്രോൾ കൊടുക്കുന്നില്ലല്ലോ. അവനെ നോക്കാൻ നമ്മുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിനക്ക് വിശ്വാസമുള്ള ഒരാളെ നിയമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് ശരിയാ മോനെ. അപ്പം പിന്നെ നവ്യയുടെ പരാതിയും തീരുമല്ലോ എന്ന് അജയനും പറഞ്ഞേ. ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ അഭിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്ന് മുത്തശ്ശൻ പറയാം. അവനൊരു ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. അവരൊക്കെ കരുതി നമ്മൾ പലതും ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. എപ്പോഴും ജലജ പറയാറുണ്ട് അവളും അവളുടെ മകനും പുറംപോക്കുകളാണെന്ന്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു കൊച്ചുമോനില്ല. അവനും അവൻ്റെ അമ്മയും ഈ വീട്ടിലെ ബന്ധുക്കളുമല്ല. പക്ഷേ കുടുംബത്തിൻ്റെ അന്തസ്സ് ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തല്ലേ പറ്റുമെന്ന് മുത്തച്ഛൻ ഇങ്ങനെ ഇവരോട് ഇരുന്ന് പറയുന്നു. അവനിപ്പോൾ നവ്യയുടെ മുന്നിൽ നല്ലവെള്ള ചമഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ജയൻ പറഞ്ഞപ്പോൾ ചെയ്താൽ നമുക്കത് പൊറുക്കാം. പക്ഷെ തെറ്റ് ചെയ്തതിന് ശേഷം ആദർശിനെ അവൻ കുറ്റക്കാരനാക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവൻ്റെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു നമ്മുടെ അജയൻ. അവനെ കൊല്ലാൻ പോലും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം പക്ഷേ വീടിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവനൊരു വിഷപ്പാമ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ പാല് കിട്ടുകയാണ്. തൽക്കാലം നവ്യയുടെ പരാതി തീർക്കാൻ മോനെ നമുക്ക്. നീ തന്നെ ഈ വിവരം നവ്യയോട് പറഞ്ഞേക്കാൻ പറയുമ്പം അവൾക്ക് എന്നോട് പുച്ഛമാണ് മുത്തച്ഛ. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവൾ പറയും ഇതൊന്നും ആരുടെ ഔദാര്യമല്ലെന്ന്. അപ്പോൾ പറഞ്ഞോട്ടേടാ, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് ജയൻ ആദർശനോട് പറഞ്ഞു കേട്ടോ. അവളും വഴിതെറ്റി നടക്കുന്ന ഒരു പെൺകുട്ടിയല്ല. നയനയുടെയും അല്ലെങ്കിൽ നന്ദുവിൻ്റെയും അത്രയും വരില്ലെങ്കിലും അവളിപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ അബിയെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇനി അവൻ്റെ ചരിത്രം പറഞ്ഞ് നവ്യയെ കളിയാക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ കരയിക്കണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ ചരിത്രം അറിഞ്ഞാൽ കരഞ്ഞോട് അവൾ നിൽക്കത്തൊന്നുമില്ല. അവൾ കുഞ്ഞിനെയും കൊണ്ടേ അവളുടെ പാട്ടിനങ്ങ് ഇറങ്ങി പോകത്തേ ഉള്ളൂ എന്ന കാര്യം അജയൻ അന്നേരം പറഞ്ഞു. അങ്ങനെയെങ്കിൽ നവ്യയും കുഞ്ഞും അല്ല ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്, അഭി തന്നെയാണെന്നും പിന്നെ അവൻ ഈ കുടുംബത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന കാര്യം മുത്തശ്ശൻ അന്നേരം പറയുവാണേ. തൽക്കാലം നവ്യമോളെ കരയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നതെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ശരി മുത്തശ്ശ, ഞാനിപ്പോൾ തന്നെ നവ്യയുടെ വിവരം പറഞ്ഞോളാമെന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശിൻ്റെയും നയനമോളുടെയും കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് മുത്തശ്ശൻ ഇവരോട് ഇന്ന് പറയാം മക്കളോട്. പക്ഷേ ഇവനുണ്ടാക്കിയ പേര് പോലും കളയാൻ അഭിയെപ്പോലെ ഒരുത്തൻ വന്ന് പിറന്നു പോയല്ലോ. അതൊരു കണക്കിന് എനിക്കും വസുന്ധരയ്ക്കും ഉണ്ടായ ഒരു പിഴവാണെന്ന കാര്യം മുത്തശ്ശൻ ഇരുന്ന് മക്കളോട് പറയാം. അനാഥയായി ഒരുത്തിയെ ദത്തെടുത്തപ്പോൾ അവൾ കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കുമെന്നാണ് കരുതിയത്. അവിടെയാണ് ഞങ്ങൾക്ക് പിഴച്ചു പോയതെന്ന കാര്യവും മുത്തശ്ശൻ പറയുന്നു. അങ്ങനെ അവർ ഈ കാര്യം സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നവ്യ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നയനിയും ആദർശും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കുറവ്, ഒരു പുച്ഛം പോലെ. അപ്പോൾ ആദർശ് ചെന്നിട്ട് അഭി സ്വർണ്ണക്കട ഏറ്റെടുക്കുന്നതിനെ പറ്റി പറയാം. അത് കേട്ടപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ സൗജന്യമൊന്നും അല്ല എന്ന് നവ്യ. നയന ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ.
മുത്തശ്ശനോട് ഞാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ സമ്മതിച്ചു അബിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാം എന്നുള്ളത്. ആദർശ നേരം നയനെ ഇങ്ങനെ നോക്കുക. എങ്കിലും കമ്പനിയുടെ MD ആദർശേട്ടനാ. ആദർശേട്ടൻ പറയുന്നതനുസരിച്ച് അവിടെ നിയമനങ്ങൾ നടക്കുമെന്ന് നയന പറയുമ്പം, എടീ മൂർത്തി മുത്തശ്ശൻ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് മൂർത്തീസ് ഗ്രൂപ്പ്. അത് നവ്യയുടെ തെറ്റായ ധാരണയാണെന്നും 50 വർഷം കഴിഞ്ഞു മൂർത്തീസ് ജ്വല്ലറി തുടങ്ങിയിട്ട്. ഞങ്ങളുടെ 50-ാം വാർഷികത്തിന് ആദ്യമായിട്ട് നിന്നെയും നൈനിയൊക്കെ പരിചയപ്പെടുന്നതെന്നും അതൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേന്നും ആദർശ് ചോദിക്കും. കാരണവന്മാരായിട്ട് തുടങ്ങി വെച്ച ഒരു ബിസിനസ്സാണ്. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തിയത് എൻ്റെ മുത്തശ്ശനാണെന്ന് പറയുമ്പോൾ, ഓ മുത്തശ്ശന് പോലും ഇപ്പം ക്രെഡിറ്റ് ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് നവ്യ ആദർശനോട് ചോദിക്കുമ്പം, അങ്ങനെ ഞാൻ ഒരിക്കലും പറയുകയില്ല. മുത്തശ്ശൻ നാളെ MD സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ അതനുസരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനെന്ന് ആദർശ് ഇവളോട് പറഞ്ഞു കേട്ടോ. പിന്നെ മൂർത്തീസ് ജ്വല്ലറി ഇന്നലെ പൊട്ടിമുളച്ചതൊന്നുമല്ല, അതിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ആദ്യം ഈ പേരൊന്നും ഉണ്ടായിരുന്നില്ല, വെറും സ്വർണ്ണക്കടയായിട്ട് തന്നെയാണ് എൻ്റെ മുതുമുത്തശ്ശന്മാർ ഇത് തുടങ്ങിയതെന്നും അതിനുശേഷം മായമില്ലാത്ത സ്വർണം കൊടുത്തുകൊണ്ട് ഒരു നല്ല പേരുണ്ടാവുകയായിരുന്നു എന്നും ആദർശ് നവ്യയോട് പറയുകയാണ്. അവിടുന്ന് ജ്വല്ലറിക്ക് മൂർത്തീസ് ജ്വല്ലറി എന്ന് പേരിട്ടത് മുത്തശ്ശൻ്റെ അച്ഛനാണ്. അത് പിന്നെ വലിയൊരു കമ്പനിയായി വളർന്നു എന്ന് മാത്രം. അങ്ങനെ കമ്പനിയായി വളർന്നതിന് ശേഷമല്ലേ ആദർശേട്ടനെ പിടിച്ച് MD ആക്കിയതെന്ന് ചോദിച്ചപ്പം, അതെന്തോ ആയിക്കോട്ടെ, ഇപ്പം ആഗ്രഹിച്ചത് അവന് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു കേട്ടോ ഈ ആദർശ്. ഇനി അവനോട് മര്യാദയ്ക്ക് കിട്ടുന്ന ബ്രാഞ്ച് നേരെ ചുവനെ നോക്കാൻ പറയാനായിട്ട് ആദർശ് പറയുക. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അവൻ തെറിക്കുമെന്ന് പറയുമ്പം, അല്ലെങ്കിലും അവനെ തെറിപ്പിക്കുമെന്നേ എനിക്കറിയാമെന്ന് ഈ നവ്യ പറയുക ആദർശനോട്. ഒരു കഴിവില്ലാത്ത എനിക്ക് 3 ബ്രാഞ്ച് കൊടുത്തു. അബിക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബ്രാഞ്ച് മാത്രമാണ്, അതുപോലും അവനെ കൊണ്ട് നോക്കാൻ കഴിയില്ല എന്ന് വരുത്തി തീർക്കാനാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നതെന്ന് പറയുമ്പം, നവ്യത് എന്തൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ആദർശെ. വട്ട് അല്ലാണ്ട് എന്താണെന്ന് നയന ചോദിച്ചു. അന്നേരം ആദർശേട്ടന് അച്ഛനുണ്ട്, ഇളയച്ചനുണ്ട്, അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കമ്പനിയുടെ സകല ഉത്തരവാദിത്വങ്ങളും ആദർശേട്ടനെ മുത്തശ്ശനെ ഏൽപ്പിച്ചു. അത് 3 കൊച്ചുമക്കളെയും മുത്തച്ഛന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണെന്ന് പറയുമ്പം, ഇപ്പം മൂത്ത കൊച്ചുമകനെ പറ്റി ഇപ്പം എല്ലാവരും കൂടുതലായിട്ട് അറിഞ്ഞല്ലോ അല്ലേ. അതും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ ഒന്നും പറയണ്ട, തെറ്റിദ്ധാരണയിലൂടെ ജീവിക്കുന്നവർ വേറെ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്കായിരിക്കും നഷ്ടമെന്ന് ആദർശ് പറയുക കേട്ടോ. എന്തായാലും അബി ഒരു ചതിയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ തൽക്കാലം നമുക്കത് ആരോടും പറയാനും പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ വെറുതെ മനസ്സിനെ ചൂട് പിടിപ്പിക്കാത്തത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പം, ലോകത്തുള്ള ഒരാണുങ്ങളും ചെയ്യാത്ത പ്രവൃത്തി അവൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ആദർശേട്ടനെ ഓരോരുത്തരും പഴി പറയുന്നത് കേൾക്കുമ്പോൾ അത് കേട്ട് നിൽക്കാൻ പ്രയാസമാണ് ആദർശേട്ടാ. നിന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കരുതെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എന്തിനാ നീ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആദർശൻ അതിനോട് ചോദിച്ചു. ഞാൻ തെറ്റുകാരനായി നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ വേർക്കുന്നവർ കുത്തുവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതൊക്കെ കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് നടക്കാൻ പാടുള്ളൂ എന്നും ആദർശ് നയനയോട് പറയാതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. നയന ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്ന ജലജ അവിടെ ഇരിക്കുമ്പോൾ ജലജയുടെ അടുത്തേക്ക് ഓടി വന്നു നവ്യ. അമ്മേ, ആ കാര്യം സാധിച്ചു കേട്ടോ എന്നും പറഞ്ഞു. അതെ, അബിയെ ഉടനെ തന്നെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ, ആണോ എന്നും ചോദിച്ചു ജലജ. അത് ഈ വീട്ടിലെ ആദർശധീരൻ സമ്മതിച്ചിട്ടുമുണ്ട്. ആദർശോ? അതേന്നേ, മുത്തശ്ശൻ്റെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നതെന്ന കാര്യവും പിന്നെ അയാൾക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നും നവ്യ പറയുക. അത് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അയാൾക്കും എൻ്റെ അനിയത്തിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു നവ്യ. അപ്പോൾ മോളും ഞാനും ഒക്കെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് അച്ഛൻ അതിലേക്ക് വന്നത്. അബിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരുന്നു. പിന്നെ അതിന് ഇത്രയും ദിവസം തടഞ്ഞു വെച്ചത് ആദർശാണോ എന്നാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പം, അതിനേ വഴിയുള്ളൂ എന്ന് നവ്യ ജലജയോട് പറഞ്ഞു. അപ്പോൾ ഇത് അബി അറിഞ്ഞില്ലല്ലോ? ഇല്ല, അബിയെ വിളിച്ചു പറയണം. അവനാണെങ്കിൽ എന്നോട് ചെറിയൊരു നീരസമുണ്ട്. എന്ന് വെച്ചാൽ നയനയും അമ്മയും തമ്മിൽ സ്നേഹത്തിലാണെന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് നവ്യ പറയുക. അത് അവനത്ര രസിച്ചിട്ടില്ല എന്ന് പറയുമ്പം, അത് എനിക്കും രസിച്ചിട്ടില്ല എന്ന് ജലജ നവ്യയോട്. പിന്നെ നീ അവനും തമ്മിൽ വഴക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഉറപ്പായിട്ടും നീ അത് അവനോട് പറയേണ്ടതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, തെറ്റ് പറ്റിപ്പോയമേ, ഇനി ഏതായാലും അവനറിയാതെ ഒരു രഹസ്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്തായാലും നീ അവനെ വിളിച്ച് വിവരം പറയേ, അങ്ങനെയെങ്കിലും അവൻ്റെ പിണക്കൊന്ന് മാറട്ടെ എന്ന് ജലജ. അപ്പോൾ ശരി അമ്മയെന്നും പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറി ഓടുമ്പോൾ ജലജ ഇങ്ങനെ അങ്ങനെ അത് സാധിച്ചെടുത്തു എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുക. ഒരവസരം വന്നാൽ നിന്നെയും തോണ്ടി പുറത്ത് കളയടി, നീ നോക്കിക്കോളാൻ പറഞ്ഞിങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ജലജ മനസ്സിൽ. ഈ സമയത്ത് അബി ഏതോ ഒരു പെണ്ണിനെ കൂട്ടിയിരുത്തി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ അതെ അങ്ങനെ നവ്യ വിളിക്കാത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാമുകിയായിട്ടിരുന്ന് സംസാരിക്കാം. അപ്പം ഇന്നൊരു ചെറിയ പിണക്കത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ടാണ് അവൾ എന്നെ വിളിക്കാത്തത്. അല്ലെങ്കിൽ എവിടെ പോയാലും അവൾ എന്നെ കിടന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും അതില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അവരൊരു അമ്മയല്ലേ, അതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ പോലും സമയം കാണത്തില്ലായിരിക്കും എന്നൊക്കെ ആ പെണ്ണ് പറയുമ്പോൾ അതൊരു കാരണമാ. അതിലുപരി ഞാനിപ്പോൾ വീട്ടിലെ മിസ്റ്റർ ക്ലീനാ. തകർന്ന് തരിപ്പണമായതേ എൻ്റെ ഏട്ടനാണെന്നൊക്കെ പറയുമ്പം അങ്ങർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതേപ്പറ്റിയൊന്നും ഞാനായിട്ട് പറയുന്നില്ല. അനന്തപുരി തറവാട്ടിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും പുറം ലോകം അങ്ങനെ അറിയാറില്ല എന്ന് പറയുമ്പം പക്ഷെ മൂർത്തി ജ്വല്ലറിയെ പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണല്ലോ എന്നൊക്കെ ആ പെണ്ണ് പറഞ്ഞ അവിടുത്തെ കാര്യങ്ങൾ അറിയാനേ പുറത്തുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. പെണ്ണെ, നിന്റെ ഏട്ടത്തി വലിയ ഡിസൈനർ ആയപ്പോൾ എന്ത് പബ്ലിസിറ്റിയൊക്കെയാണ് കിട്ടിയതെന്ന് പറയുമ്പം മിക്കവാറും ആ പബ്ലിസിറ്റി ഉടനെ പോയി കിട്ടും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുമ്പോൾ എന്ത് പറ്റിയടാന്ന് ചോദിച്ചു. അത് ഞാൻ നിന്നോട് പിന്നീട് പറയാമെന്ന് പറയും. അങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അതേ വരുന്നു നവ്യയുടെ കോള്. വിളിക്കില്ലെന്ന് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, അവളാ വൈഫാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് വിടുന്നു. എന്തിനാടാ കട്ട് ചെയ്തേ? ഇപ്പം കട്ട് ചെയ്താലും അവൾക്കൊന്നും തോന്നത്തില്ല എന്ന് പറയുക. അബിയെ വീണ്ടും നവ്യ വിളിക്കുന്നു, കട്ട് ചെയ്ത് വിടുന്നു. ഈ സമയത്ത് ജലജ അടുത്തേക്ക് വന്നു. ചെറിയൊരു പിണക്കം മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് വന്നതുകൊണ്ടേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം അമ്മയുടെ കോള് വരുന്നു. അയ്യോ, ഇത് അമ്മയാണല്ലോ. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തോ എന്നൊക്കെ പറയുമ്പോൾ നീ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അബി കോൾ എടുത്തു. അപ്പം നീ എന്താ നവ്യമോള് വിളിച്ചിട്ട് കോൾ എടുക്കാത്തതെന്ന് ചോദിക്കും. എനിക്ക് അവളുടെ നാവിൽ നിന്ന് നല്ലതും കേൾക്കണ്ട മോശവും കേൾക്കണ്ട എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അവളൊരു നല്ല കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അവൻ കട്ട് ചെയ്തല്ലേ നല്ലൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് പോലും അവൻ കോൾ കട്ട് ചെയ്തല്ലോ മോളെ എന്ന് ജലജ പറയാം. അതിൽ അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലമ്മേ. അവൻ ഫോൺ എടുക്കാത്തതിൻ്റെ കാരണക്കാരി ഞാൻ തന്നെയാണെന്നും നയനിയും അമ്മായിയും തമ്മിൽ അടുപ്പമാണെന്നുള്ള കാര്യം നേരത്തെ എനിക്കറിയാമായിരുന്നല്ലോ. എന്നിട്ട് ഞാനത് അവനോട് പറഞ്ഞില്ലല്ലോ. അതിൻ്റെ ദേഷ്യം അവൻ എന്നോടെന്നിങ്ങനെ നവ്യ പറയുമ്പം അതിനെനിക്കും നിന്നോട് ദേഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് ജലജ. ഇതൊക്കെ മനസ്സിൽ മൂടി വെക്കേണ്ട കാര്യങ്ങളാണോ? അല്ലല്ലോ, നേരത്തെ നീ അത് പറയാത്തതിൽ കാര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതങ്ങനെയല്ലല്ലോ. അവന് നിന്നെ ജീവനല്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുമ്പം നവ്യ ഇങ്ങനെ നിൽക്കാം. പക്ഷെ അവനോടത് പറയാതിരുന്ന തെറ്റായി പോയില്ലേ മോളെ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അവൻ വരട്ടെ, എന്നിട്ട് അവനോട് പറയാം എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുമെന്ന് നവ്യ വിഷമിച്ച് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജാനകിയും അനാമികയും കൂടെ അവിടെ ഇരിക്കുക. അനാമിക അവിടെ ഇരിക്കുന്നു, ജാനകി അങ്ങോട്ടേക്ക് വരുന്നു. അതെ, മോൾക്ക് കഴിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണോ? അല്ല, ഇവിടെ ഒരാൾ കരൾ പറിച്ചു കൊടുത്തവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കരളിൻ്റെ ബലം കൂട്ടാനായിട്ട്. അങ്ങനെയുള്ളപ്പോൾ മോളുടെ ഇഷ്ടങ്ങൾ ഞാൻ നോക്കണ്ടേന്ന് വന്ന് ജാനകി ചോദിക്കുന്നു അനാമികയോട്. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. അമ്മ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണെന്ന് അനാമിക. അപ്പോൾ അത് ഒരു സന്തോഷ വർത്തമാനമുണ്ട്. നിന്റെ മുഖത്തോ സന്തോഷം കാണാനുണ്ടല്ലോ എന്ന് ജാനകി. അത് പിന്നെ കാണാതിരിക്കുവോ? എൻ്റെ മോന് ശാപമോക്ഷം കിട്ടിയെന്ന് പറഞ്ഞു. അവനൊരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാൻ പോവുകയാണെന്നും നവ്യയുടെ അച്ഛന് വിവരം പറഞ്ഞു എന്ന് പറയുമ്പോൾ അഭിയേട്ടന് സ്ഥാനക്കയറ്റം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്നും പക്ഷേ അതിൽ അഹങ്കരിക്കാൻ പോകുന്നത് നവ്യാണെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം പോലെയാണെന്ന് അനാമിക പറയുമ്പോൾ എൻ്റെ മോളെ, അവൾ എനിക്കും മോൾക്കും ജാനകിക്കും ഒക്കെ ശത്രു തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ അവളെ കൂടെ നിർത്തിയേ പറ്റൂ, അല്ലെങ്കിലേ അത് ശരിയാവില്ല. അവളിപ്പോൾ ആദർശിനെ വിമർശിക്കുന്നവളാ, അതോടൊപ്പം നയനിയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതത്ര നിസ്സാരമായിട്ട് നമ്മളാരും തള്ളാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശരിയാണെന്ന് ജാനകി നിന്നിങ്ങനെ പറയുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ നവ്യയുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്നും എങ്കിലേ ഈ വീട്ടിനകത്ത് അവളുമാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ജലജ. അപ്പം അത് ശരിയാ മോളെന്ന് ജാനകി. അമ്മയ്ക്കും അപ്പച്ചിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിലേ ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് അവരോട് കൂട്ടുകൂടാൻ നോക്കാമെന്ന് അനാമിക. ഞങ്ങൾക്ക് അവളോട് യാതൊരു താല്പര്യവും ഇല്ലെന്ന് പറഞ്ഞല്ലോ മോളെ, പക്ഷെ കാര്യം നടക്കണം. അതിന് വേണ്ടിയിട്ടാ. അവളോടുന്നല്ല, നിന്നോടും എനിക്ക് ഒരു താല്പര്യവും ഇല്ലെന്ന് മനസ്സിൽ അനാമികയെ നോക്കി ജലജ അന്നേരം പറയുന്നു. ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞൊരു കുടുംബകലഹം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വലിഞ്ഞു കയറി വന്നവൾക്ക് കൊടുക്കുന്ന പരിഗണന സത്യത്തിൽ എൻ്റെ കൊച്ചുമോനെ കിട്ടുന്നതേ ഇല്ലെന്നും അതിൽ ചില്ലറയൊന്നും അല്ല നവ്യക്ക് നീരസം ഉള്ളതെന്ന കാര്യമൊക്കെ ജലജ ഇങ്ങനെ ഇവളുമാരോട് പറയുവാണ്. ഒന്നാമത് നയനയുടെ കുഞ്ഞല്ല ഈ ചന്തുമോള്. ആ ഒരു ദേഷ്യം മനസ്സിൽ കിടക്കുമ്പോഴാണ് എല്ലാവരും അവളുടെ മുന്നിൽ വെച്ച് ചന്തുവിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ മോളെ എന്നൊക്കെ ജലജ തട്ടി വിടുക. അത് വെച്ച് നമുക്ക് നവ്യെ തിളപ്പിക്കണം മോളെ എന്ന് ജാനകിയും പറയണം. 3 പൂതനകളും കൂടെ ഓരോ പ്ലാൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. നവ്യയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ നിന്ന് അവളുടെ മനസ്സിനെ ഇളക്കി മറിച്ചാലേ അവൾ നയനെ പോലെയൊന്നും അല്ല. ജാനകിക്ക് അറിയാലോ അവളുടെ സ്വഭാവം. അവൾ അത്യാവശ്യം നല്ല വഴക്കാളിയാണെന്ന കാര്യം ജലജ പറയണു എന്നും പറഞ്ഞ് ജാനകി തലയാട്ടുക നിന്ന്.
ഇടയ്ക്ക് വെച്ച് അബിയുടെ ചില തെറ്റുകൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് അനിയത്തിയും ചേച്ചിയും ഒന്നിച്ചത്. അത് നമുക്ക് നിഷ്പ്രയാസം പൊളിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണല്ലോ പല വീടുകളിൽ വഴക്കും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഏതോ പെണ്ണിൻ്റെ കുഞ്ഞിനെ ഇവിടെയുള്ളവർ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലേ എന്ന് ചില ചെവിളുമാരോട് പറയുക. അതിന് നവ്യയെ നമുക്ക് ഒപ്പം കൂട്ടിയേ പറ്റുള്ളൂ. അവൾ ഒപ്പം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. അപ്പം പിന്നെ കുടുംബം പോലും വെട്ടി മുറിക്കണമെന്ന് അച്ഛന് തോന്നുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 എണ്ണങ്ങളും കൂടെ കാര്യമൊക്കെ സിമ്പിളായിട്ട് പൊളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നവ്യ അവിടെ ഇരുന്ന കുഞ്ഞിൻ്റെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അനാമിക ഏട്ടത്തി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. എന്തു പറ്റി ഏട്ടത്തി എന്നൊക്കെ ഒരു വിളി എന്ന് നവ്യ ചോദിക്കുക. അമ്മയപ്പച്ചൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുകയാണെന്ന് അനാമിക. എന്ത്? ഈ വീട്ടിലെല്ലാവരും നാഴികയ്ക്ക് 40 വട്ടവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് മറ്റാരും ചെയ്യാത്ത ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും പിന്നെ വിവാഹത്തിന് മുൻപ് കുഞ്ഞുള്ള ഒരാളാണ് ഈ വീട്ടിലെ മൂർത്തി മുത്തശ്ശൻ്റെ അനന്തരാവകാശിയായിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. നവ്യനൊന്നും മിണ്ടുന്നില്ലേ? അബിയേട്ടൻ ഏതു നേരവും കുറ്റപ്പെടുത്തിയിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആദർശേട്ടൻ്റെ പ്രവർത്തികൾ നല്ലതാണെന്ന് പറയുക, അയാളെ ന്യായീകരിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അതിൽ എനിക്കും ദേഷ്യമുണ്ടെന്ന് പറഞ്ഞു നവ്യ. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനി നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കണോ ഏട്ടത്തി എന്ന് അനാമിക വന്ന് നവ്യയെ കുപ്പിയിലാക്കാൻ നോക്കുന്നു. അപ്പോൾ നവ്യ എഴുന്നേറ്റ് ഇതെന്താ പറയുന്നതെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാട്ടെ നവ്യ. എന്നെക്കാളും കൂടുതൽ ഇപ്പോൾ അവരോടൊക്കെ ദേഷ്യം തോന്നിയിട്ടുള്ളത് ഏട്ടത്തിക്കാണ്. കാരണം ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ ഏട്ടത്തി കാണുന്നുണ്ടല്ലോ. ഏട്ടത്തിയുടെ കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ട് പോയി താലോലിക്കുന്നതൊന്നും ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഏട്ടത്തി അതിൻ്റെ പേരിൽ പരാതി പറയുന്നത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഒന്നിച്ച് നിൽക്കേണ്ടവർ ഒന്നിച്ച് തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ച് നീ എൻ്റെ അനിയത്തിയെ വെറുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് നവ്യ അനാമികയോട് പറയണം. അവളോട് ഇപ്പോഴത്തെ പോക്കിൽ എനിക്കും ദേഷ്യമുണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും അവളോട് സഹതപിക്കുകയാണ് വേണ്ടതെന്നും ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ പോയി നിന്ന് പേരുദോഷം കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി അവളെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുകയാണെന്ന കാര്യം നവ്യ ഇങ്ങനെ പറഞ്ഞു. എന്ത് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന കൂട്ടത്തിലാണല്ലോ അവർ. പിന്നെ ഇവിടെ മാത്രം എന്തിനാ ഭർത്താവിനോട് ക്ഷമിച്ചതെന്ന് ചോദിക്കുമ്പം അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ആദർശം എന്ന് പറയുന്ന ആളെ എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളെ ഞാൻ നേരത്തെ തന്നെ വെറുത്തതാ. അയാൾക്ക് മറ്റുള്ളവർ ഉപദേശിക്കാൻ നല്ല മിടുക്കാം. പക്ഷേ അത് അയാൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികം ആക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിലെ നെറുകേടുകൾ നമ്മൾ വേണം ചൂണ്ടിക്കാണിക്കാനെന്നും മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഈ വീട്ടിലുള്ള കാരണവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കണമെന്നൊക്കെ ഡയലോഗുകൾ ഇറക്കി എങ്കിലേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അനാമിക അങ്ങ് പോകുമ്പോൾ നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.